എന്റെ ദൈവമേ, നേരെ സന്ധ്യയായി. ഈ പെണ്ണിത് എടപ്പ കിടക്കാം, കാണാനില്ലല്ലോ. നീ ഇങ്ങനെ ആദ്യം പിടിക്കാതെ തന്നെ ദേവിയെ. അവളിന്ന് വരും. കാവിന് കിടക്ക് കൊടുക്കാൻ പോയതായിരിക്കും. എന്റെ ദൈവമേ, കാവിലോട്ടോ? ഈ പെണ്ണിനോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. സന്ധ്യ സമയത്ത് അങ്ങോട്ടൊന്നും പോകരുതെന്ന്. ഇന്ന് വരട്ടെ, ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ദാണ്ടെ നേരം കിട്ടിയല്ലോ. നീ ഇയാളെ വഴക്ക് പറയുന്നത് നിൽക്കണ്ട. അധികം വൈകാതെ അവൾ നിർത്തിയില്ലേ. അമ്മോ, ഒന്നവിടെ എന്നേ. കാവിലെ ഭഗവതി എങ്ങോട്ടേക്കാ ഈ ഉറഞ്ഞു തുള്ളി പോകുന്നത്? എന്റെ അമ്മ, നിന്നോട് എത്ര പ്രാവശ്യം പറയണം കാവിലേക്കൊന്നും പോകരുതെന്ന്. അതും ഈ സന്ധ്യസമയത്ത് വല്ല എഴജന്തുക്കളും വന്ന് കടിച്ചാലോ? ആരെങ്കിലും അറിയോ? അച്ഛടാ, എന്നെ ദേവിക്കുട്ടി ഇങ്ങനെ പേടിക്കാതെ. മുടങ്ങാതെ എല്ലാ ദിവസവും കാവ് വിളക്ക് വിളിക്കുന്നുള്ളൂ. എന്നെ ജാഗ്രതകൾ കാത്തോളൂ. എന്റെ ദേവിക്ക് പേടിക്കണ്ടാട്ടോ. നീ ഇങ്ങനെ പേടിക്കേണ്ട ദേവിയെ. അവക്ക് പാമ്പിനെയും ഒരു കുത്തു കിട്ടുമ്പോൾ പഠിച്ചോളും. ആഹാ, എന്താ ഒരു പൂതി. എത്ര നടക്കാത്ത സ്വപ്നം. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകണ്ടേ? ശാരദ കൊച്ചേ, വായോ, നമുക്ക് പോകാം. ദിവസേ ഞങ്ങളൊന്ന് അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. ഞാൻ പിന്നെ വരാം. ഓ, ഈ കരണിന് പോകാൻ കണ്ടൊരു സമയം. മുത്തശ്ശി, ഞാൻ അപ്പുറത്തോട്ടൊന്ന് പോയിച്ച് വേഗം വരാട്ടോ. ഇവിടെ തന്നെ ഇരിക്കണേ. കരണ്ട് വന്നിട്ട് പോയ പോരെ കുട്ടിയെ. ഇപ്പൊ തന്നെ പോണമെന്നുണ്ടോ? ഞാൻ പോയിച്ച് വേഗം നിന്ന് വരാം. മുത്തശ്ശിയുടെ കൊച്ചുമോനപ്പം അവിടെ കിടന്ന് കാറുന്നുണ്ടായിരിക്കും, വിളിച്ചില്ലെന്ന് പറഞ്ഞിട്ട്. അമ്മാ, അമ്മ വേഗം ഒരു വിളക്കത്തിച്ചിട്ട് വാ. ഞാനിവിടെ ഇരുട്ടത്തിരിക്കുക. കിടന്നലറാതെ ചെറുക്ക, ഇതാ വരുന്നു. ആ, മോള് വന്നു. ഏതായാലും ഈ വിളക്കൊന്ന് അവൻ്റെ റൂമിലോട്ടൊന്ന് കൊണ്ടുപോയി കൊടുത്തേരം മോളെ. അമ്മ ഒന്ന് വേഗം വെളിച്ചമായിട്ട് വരുമോ? എന്താ മോനെ, പേടിയാവുന്നോ? ഈ വെട്ടുപോത്തിന്റെ ശരീരവും വെച്ച് ഈ മുയലും കുഞ്ഞിന്റെ സ്വഭാവം എടുക്കല്ലേ. ഒരു കോപ്പറേഷനും ഇല്ല. വെട്ടുപൂത്തി നിന്റെ അച്ഛൻ ആരടിമല്ലേ പറഞ്ഞേ എനിക്ക് പേടിയാന്ന് ഇരുട്ടത്തിരിക്കാൻ. കിട്ടുന്ന അവസരമല്ല നീ എൻ്റെ അച്ഛനെ വിളിച്ചാണോ അല്ലേ? നിനക്കിരുട്ട് പേടിയാന്നുള്ള കാര്യം എനിക്കല്ലേ അറിയൂ. നീയായിട്ട് ഇനി അത് പറഞ്ഞു പരത്താൻ നിൽക്കണ്ട. ഏതേലും മുത്തശ്ശക്കഥയായിട്ട് ഇറങ്ങിക്കോളും. രാത്രി മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട്. ആടാ സിദ്ധു, പറയടാ. ഹലോ ബ്രോ, വാട്സാപ്പ്. നാട്ടിൽ പോയതിന് ശേഷം നിന്റെ ഒരു വിവരം ഇല്ലല്ലോടെ. ഞാനിവിടെ പോവാനാടാ, ഇവിടൊക്കെ തന്നെ ഉണ്ട്. ഹേയ് ബ്രോ, ഞാനും ആളും കൂടി ഒരു ദിവസം നിന്റെ നാട് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ, അതിനെന്താ, എനിക്ക് എപ്പോൾ വേണേലും വരാം. ആഴോ, അധികം വൈകാതെ തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ എത്തും. പിന്നെ എനിക്കിതിൻ്റെ നാടും ആ പ്രദേശവും പിന്നെ യക്ഷിക്കൊച്ചിനെ ഒന്ന് കാണണം. ഓരോ പൊട്ടക്കഥകൾ പറഞ്ഞ് നിന്നെ പേടിപ്പിച്ച് നൽകുന്ന ആ യക്ഷീനെ എനിക്കൊന്ന് പരിചയപ്പെടണമല്ലോ. നോ പ്രോബ്ലം മൈ ഡിയർ, യു ആർ ഓൾവേസ് വെൽക്കം. ആ, നീ പറഞ്ഞ യക്ഷിക്കൊച്ച് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. നീ വരുമ്പോൾ വിശദമായിട്ട് പരിചയപ്പെടാം. ആ, ഓക്കേടാ. എന്നാൽ ശരി, ഇനി നാട്ടിൽ വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടുകയും കാണുകയും ചെയ്യാം. ബൈ. എന്താടി ഉണ്ടാക്കണീ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ആരുടെ പന്നക്കളവാ നിന്റെ യക്ഷി? വേറെ ആരാ, നീ തന്നെ. എടാ എടാ കൊച്ചു ചേർക്ക, യക്ഷി നിന്റെ മെറ്റവള്. ഓ ശരി നമ്പ്രാട്ടിയെ, എനിക്ക് മറ്റവളാകുമ്പോൾ ഞാൻ അറിയിക്കാം. ഇപ്പം എൻ്റെ മോള് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. സമയം ഒരുപാടായില്ലേ. ഗുഡ് നൈറ്റ്. ശരി എന്നാ, ഗുഡ് നൈറ്റ്.
ആരിത്? ഉണ്ണിക്കുട്ടനോ? എന്തെടുക്കുവാടോ അവിടെ? ഓ, നീ വലിയ ആളായിപ്പോയില്ലേ. നമ്മളൊന്നും കണ്ടില്ലേ. അച്ചടാ, പാവം എൻ്റെ ഉണ്ണിക്കുട്ടൻ. നിനക്ക് ഞാനില്ലേടാ കൂട്ടിന്. പിന്നെ എങ്ങനെയാടാ നീ ഒറ്റയ്ക്കാവണേ? കഷ്ടകാലം ദുരന്തമൊന്നും എന്നെ വിട്ട് ഒരിക്കലും പോകില്ലെന്ന് നീ എൻ്റെ കൂടെ കൂടിയപ്പോൾ എനിക്ക് മനസ്സിലായി. ആ, എടാ കള്ളക്കുരുപ്പേ, കണ്ടാ ഇവൻ്റെ മനസ്സിലുള്ളതെല്ലാം പുറത്തു വരുന്നത് കണ്ടോ? കൊള്ളാടാ. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും നിന്റെ ഫേക്ക് ലവ് ആണ് ഞാൻ എപ്പോഴേലും മനസ്സിലാക്കിയില്ല. അയ്യടാ, പ്രേമിക്കാൻ പറ്റിയൊരു മുതല്. നിന്നെ പ്രേമിക്കുന്നതിനും ഭേദം ഞാൻ ഈ തോട്ടി ചാടി ചാവുന്നതാടി നല്ലത്. നിന്നെ കിട്ടുന്നതും ഗുള്ള എക്സ്പ്രസിൻ്റെ തല വെക്കുന്നതും ഒരേപോലെ. പിന്നെ ഞാനായിട്ട് ചെന്ന് കയറി തല വെച്ച് കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അയ്യടാ, അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാൻ കരുത്തി നീട്ടിത്തരാം. കെട്ടാൻ പറ്റിയ ചരക്കേ. നീ ഇങ്ങോട്ട് മാറിക്കേ. ഇനി കുറച്ച് നേരം ചെയ്തി ചൂണ്ടിയിട്ട് മീൻ പിടിച്ചു തരാം. നീ കണ്ടോ? എടി അമ്മൂച്ചി, നീ ചൂണ്ടി എടുത്തോണ്ട് പോവല്ലേ? നിനക്കറിയാവുന്ന പണി നീ ചെയ്താ പോരെ. എന്തിനാണ് ഇതൊക്കെ എടുക്കുന്നേ? നിന്നോട് ആരാടാ പറഞ്ഞേ എനിക്ക് ചൂണ്ടിയിടാൻ അറിയില്ലെന്ന്? ഇതാ ഇപ്പം കണ്ടോ, ഞാൻ മീൻ പിടിച്ചു തരാം. നീ കണ്ടോ, നോക്കിക്കോ. ദൈവമേ, ഇവനെ കൊണ്ട് തോറ്റു. പട്ടി തൊട്ട് പുല്ലും തിന്നില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കില്ലെന്ന് പറഞ്ഞതല്ല. സാധനം വന്നേക്കുവാ. എടി മോളെ, വഴി തെറ്റുമെന്നൊരു ചെറിയ സംശയം. വല്ല പൊട്ടക്കാറ്റിലോ ചാണക്കുഴിയിലോ ചാടുന്നതിന് മുന്നേ പോകുന്ന വഴിയിൽ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ. അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ വൈഷ്ണവനെ വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിനോട് വഴി ചോദിച്ചാലോ? അതൊന്നും വേണ്ട, വൈഷ്ണവിനെ വിളിക്കല്ലേ. ആ, നമ്മുടെ കൂടെ ദൈവമുണ്ട്. ഇല്ലെങ്കിൽ ഈ 2 മുതലിനെ ഇവിടെ വെച്ച് കിട്ടില്ല. മുതലോ? ആരുടെ കാര്യം പറയുന്നേ? ആരെക്കുറിച്ചാ? ദോ ആ വഴിയിലൊരു പെണ്ണും ചെറുക്കൻ നിൽക്കുന്നു. അവരോട് വഴി ചോദിക്കാം. ഓയ് എടാ മോനെ, ഒന്ന് നീ വന്നേ. കണ്ടോ മോളെ, ആ ചേട്ടൻ എന്നെ വിളിച്ച്. കണ്ടപ്പോ തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായല്ലോ നിനക്ക് ബുദ്ധിയും ബോധമില്ലെന്ന്. അതുകൊണ്ടല്ലേ എന്നെ വിളിച്ചു. ഓ, ഒരു ബുദ്ധിബോധമുള്ള പയ്യൻ. പോടാ കുരുട്ട് താറാവേ. എടാ മോനെ, ഈ മണിമംഗലം താറാവാട്ടിലേക്ക് പോകുന്ന വഴി ഏതാ? അയ്യോ ദൈവമേ, പണി പാളി. എനിക്ക് വഴി അറിയില്ലല്ലോ. അവളാണെങ്കിൽ വിളിച്ചാലും വരില്ലേ. ഇനി എന്ത് ചെയ്യും, എന്ത് പറയും? അത് പിന്നെ ചേട്ടാ, ഇവിടുന്ന് നേരെ പോയിട്ട് എങ്ങോട്ടെങ്കിലും പോയാൽ മതി. അവിടെ ആരെങ്കിലും കാണുമ്പോൾ വഴി ചോദിച്ചാൽ മതി. എനിക്കറിയില്ല. എന്താന്നടാ, നിന്നോട് വഴിയല്ലേ ചോദിച്ചുള്ളൂ. ചേട്ടാ, എനിക്ക് വീട് എവിടാന്നറിയാം, പക്ഷെ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അതുകൊണ്ട് ആ പെണ്ണ് ആ വീട്ടിലെയാ, അവക്കറിയാം. എന്നാ പിന്നെ നീ അവളെ വിളി. അവള് പറഞ്ഞതല്ലോ കറക്റ്റ് വഴി. അയ്യോ ചേട്ടാ, അത് പറ്റത്തില്ല. അതെന്താടാ, അവളെ വിളി. അത് പിന്നെ ചേട്ടാ, അവന് സംസാരിക്കില്ല, പിന്നെ ചെവിയും കേൾക്കില്ല. പിന്നെ എങ്ങനെ ചേട്ടന് വഴി പറഞ്ഞു തരാനാ? അയ്യോ ആണോ? ഷോ, പാവം കൊച്ച്. എന്നാ ചേട്ടൻ നേരെ പൊക്കോ. നേരെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണും, അപ്പോൾ അവർ പറഞ്ഞു തരും കേട്ടോ. എന്നാ താങ്ക്സ് എന്നാ മോനെ. എന്നാൽ പിന്നെ നമുക്ക് വൈഷ്ണവിനെ വിളിക്കാമല്ലേ? വേറെ വഴിയില്ലല്ലോ, അവനെ തന്നെ വിളിക്കാം. എടാ ഉണ്ണിക്കുട്ടാ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ഈ മീൻ കൊത്തുന്നില്ല, എന്താണെന്ന് നോക്കിയേ. ആ ദേ വരുന്ന മൂസേ. ഏ, സംസാരിക്കുന്ന ഓമയോ? സംസാരിച്ചെന്നോ? ആര്? ചേട്ടന് തോന്നിയായിരിക്കും. അതങ്ങനല്ലല്ലോ, ഞാനും കേട്ടല്ലോ. ഏയ് അങ്ങനൊന്നുമില്ല, ചേട്ടനും ചേച്ചിക്കും തോന്നിയായിരിക്കും. പിന്നെ നിങ്ങൾ വേഗം അവിടെ എത്താൻ നോക്ക്. ഈ നാടത്ര ശരിയല്ല. എന്റെ ദൈവമേ, ഒരു വിധത്തിൽ അവനെ രക്ഷപ്പെട്ടെ. അവക്ക് വിളിക്കാൻ കണ്ട സമയം ഇപ്പം പിടിക്കപ്പെട്ടേനെ. എന്തുവാ അമ്മൂസേ നിന്റെ പ്രശ്നം? നീ എന്തിനാ ഇവിടെ കിടന്ന് കാറിയേ?
നിന്റെ മീൻ പിടിക്കുന്ന ചൂണ്ട കൊള്ളൂല. ഇത്രയും മീനൊക്കെ കിടന്ന് അടിക്കുന്നിട്ടും ഒരെണ്ണം പോലും വന്ന് കൊത്തണില്ല. കണ്ടോ? അയ്യേ, ഇതുപോലും അറിയില്ലേ? അതിനകത്ത് വല്ല തീറ്റിയിട്ട് കൊടുത്താലല്ലേ മീൻ വന്ന് കൊത്തത്തുള്ളൂ, അല്ലെങ്കിൽ വന്ന് കൊത്തുവോ? ഓ, നീ വലിയ എക്സ്പേർട്ട് അല്ലേ? നീ തന്നെ പിടി, ഞാൻ പോവാം. അല്ലടാ ഉണ്ണിക്കുട്ടാ, ആ കാറെ വന്നവരാരാ? നീ എങ്ങോട്ടാ അവരെ പറഞ്ഞു വിട്ടേക്കുന്നേ? ഓ, അവരോ? ആ, അവര് നിന്റെ തറവാട്ടിലേക്ക് വന്നതാ. നീ വേഗതയില്ല, അവരവിടെ കാണും. അതിന് നീ ഒരാൾക്ക് വരി പറഞ്ഞു കൊടുക്കാറൊക്കെ ആയോ? അല്ല, നിനക്ക് തറവാട്ടിലേക്ക് പോകാനുള്ള വരി പറഞ്ഞു കൊടുക്കാൻ അറിയാവോ? അതൊക്കെ എനിക്കറിയാം. നീ എന്ത് എന്നെ പറ്റി വിചാരിച്ചേക്കുന്നേ? ഞാനെന്താ സുമ്മാവാ? ഫയർ. ഓ, ഫയർ. എൻ്റെ ദൈവമേ, എന്താണോ ചെറുക്കൻ കാട്ടി വച്ചേക്കുന്നതെന്ന് ആർക്കറിയാം? എങ്ങോട്ടാണോ പറഞ്ഞു വിട്ടേക്കുന്നത്? ഓ, എന്റെ ദൈവമേ, എന്റെ കുഞ്ഞു ഹാർട്ട്. ഇവിടെ നമ്മളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കാം. വന്ന പാടെ അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറുവാ മക്കളെ. അച്ചു, നീ പോയി ഇവർക്കുള്ള മുറിയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വാ. ആ ശരി അച്ഛാ, വാടാ രണ്ടാളും വാ. ഞാനെന്നാ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. പിള്ളേർ തന്നെയല്ലേ, എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഏതായാലും ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടണ്ട, ഞാനും കൂടെ സഹായത്തിന് വരാം. നമുക്ക് ഒരുമിച്ച് പാചകം ചെയ്യാം. സിദ്ധു, നീ ഈ റൂം എടുത്തോ. ഞാൻ അപ്പുറത്തെ റൈറ്റ് സൈഡിലുള്ള റൂമിലാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം. പിന്നെ മാളു, നീ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള എടുത്തോ കേട്ടോ. അതൊന്നും ശരിയാവില്ല. ഞാൻ നിൻ്റെ റൂമിൽ കിടന്നോളാം. എന്തിനാ എനിക്കായിട്ട് വേറൊരു പ്രത്യേക റൂം? ഇനി ഇതൊക്കെ അടിച്ചു വരണം, തൂത്ത് വരണം, എല്ലാം ഭയങ്കര ജോലിയാവില്ലേ? ഞാൻ നിൻ്റെ കൂടെ കിടന്നോളാം. ഞാൻ അങ്ങോട്ടേക്ക് വരും. എന്തിന്? നീ ഇവിടെ കിടന്നാൽ മതി. എൻ്റെ പൊന്നുമോൻ എന്നെ സഹായിച്ചില്ലേലും വേണ്ടില്ല, ഉപദ്രവിക്കല്ലേ. ഇവിടെയും ഞാനത് നടുനിർത്തുനിന്ന് കിടന്നോട്ടെ. നിൻ്റെ കൂടെ കിടന്നിട്ട് വേണം. രാത്രി ബോധമില്ലാതെ നീ എന്നെ ചവിട്ടി കട്ടിൽ നിന്ന് താഴെ ഇട്ട് കളയും. അല്ല, ഫുട്ബോളാന്ന് പറഞ്ഞ് ചവിട്ട് എൻ്റെ നടുവിലിട്ടെന്ന് ചവിട്ടി താഴെ ഇടുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ ഇവിടെ കിടന്നു. ഞാൻ അപ്പുറത്ത് കാണും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി. ഞാനിനി ഓടിയെത്തിക്കോളാം. പിന്നെ മാളു, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ അമ്മൂനോട് പറഞ്ഞാൽ മതി. അമ്മു അവൾ ഇവിടെയൊക്കെ കാണും. ഞാൻ അവളെ നോക്കട്ടെ. അവളെ വരുമ്പോൾ നിൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടേക്കാം. മോളെ അമ്മു, നീ എവിടെയായിരുന്നു? നിന്നെ എവിടെയൊക്കെ തിരഞ്ഞു? നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ. നീ എവിടെയെങ്കിലും പോയേക്കുമായിരുന്നോ? ആ മാമേ, ഞാൻ പുറത്ത് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പം ഉണ്ണിക്കുട്ടനെ കണ്ടു. പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ സമയം ചെലവഴിച്ച് ഇന്ന് അങ്ങനെ സമയം പോയതറിഞ്ഞില്ല. ആ, ഞാനേതായാലും ചെല്ലട്ടെ. കുറച്ച് തിരക്കുണ്ട് കേട്ടോ. മുത്തശ്ശി നോക്കുന്നുണ്ടാവും. ആ, അമ്മ മോളെ തിരക്കുന്നുണ്ടായിരുന്നു. നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അന്ന മോള് പോയിക്കോ. ആ അല്ല, ഒരു കാര്യം, ഞാൻ എൻ്റെ വൈഷ്ണവിൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. മോള് പോയിട്ട് പിന്നെ വാട്ടോ. നമുക്ക് പിന്നെ പരിചയപ്പെടാം എല്ലാവരെയും. ആ അതെയോ? ആ, ഞാൻ കണ്ടായിരുന്നു. ഞാൻ വഴി വെച്ച് അവരെ കണ്ടിരുന്നു. ഉണ്ണിക്കുട്ടനാ ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയിച്ച് പിന്നെ വരാം. വന്നിട്ട് എല്ലാവരും വിശദമായിട്ട് പരിചയപ്പെട്ടോളാം. എടാ വൈഷ,
യക്ഷിക്കൊച്ചിനെ ഇവിടെ കാണുന്നില്ലല്ലോ. ഒന്ന് കാണുവാനെങ്കിൽ ഒന്ന് പരിചയപ്പെടാമായിരുന്നു. ഏതായാലും നിന്നെ പേടിപ്പിച്ച് നൽകുന്ന ആളല്ലേ, എനിക്കൊന്ന് പരിചയപ്പെടണോടാ. എവിടെ ഉണ്ടവള്? എൻ്റെ പൊന്നു മോനെ, നിന്റെ കോഴിത്തലയോടൊന്നും എടുത്തേക്കരുത്. എൻ്റെ പെങ്ങളായതുകൊണ്ട് പറയല്ല, നിന്നെ അവൾ വരച്ച് വരെ നിർത്തിക്കളയും. ഒന്നും പോയി വീടല്ലേ എൻ്റെ ചേർക്കാ. എന്താണ് പിള്ളേരെ, ഇവിടെ ഒരു അന്താരാഷ്ട്ര ചർച്ച നടക്കുന്നത്? നമുക്ക് കേൾക്കാൻ പറ്റുന്ന വല്ലതാണോ? നിന്റെ പുന്നാര ആങ്ങളോട് കോഴിത്തരം എടുക്കരുതെന്ന് പറഞ്ഞു കൊടുത്തതാ. നീ അവനെ അങ്ങനെ കൊച്ചാക്കണ്ട. ഇത്രയും കാലം നിന്റെ കൂടെ നടന്നതല്ലേ, അപ്പൊ അതിൻ്റെയൊക്കെ കാണിക്കാതിരിക്കില്ലല്ലോ. കൊള്ളാടി, അതിന് എൻ്റെ പണ്ടക്കിട്. ദൈവമേ, ഒന്ന് പറഞ്ഞ് രണ്ടിലടിയാവുമല്ലോ. രണ്ടെണ്ണം കൂടെ നിർത്തോ? ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടെണ്ണം കൂടെ അടിയിട്ടോണം കടന്നു. എന്നോന്നടേ? ഓ, അതൊക്കെ പോട്ടെ. അല്ല, നമ്മളെന്തോ പറഞ്ഞോണ്ടിരുന്നേ? അമ്മു, ആ, അവളെവിടെ? ആ, അത് ശരിയാ. അല്ല, അമ്മ വരെ എനിക്ക് അമ്മൂനെ പരിചയപ്പെടണം. ഇതിലതല്ലേ? എടാ വൈഷ്ണവേ, ഈ ഫോട്ടോ കാണുന്ന ആരാടാ ഈ പെണ്ണ്? ആ, ഇതാണ് താരം. നമ്മൾ ഇത്രയും നേരം അന്വേഷിച്ചിരുന്ന ആള് അമ്മു. എടാ മഹാഭാവി, ഈ പാവം പിടിച്ച കൊച്ചിനെ പറ്റിയാണോ നീ അനാവശ്യം പറഞ്ഞുണ്ടാക്കിയേ? നിനക്ക് ദേവദോഷം കിട്ടൂടാ. ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാണ്ട്, ചെവി പോലും കേൾക്കാത്ത ഈ പാവം കൊച്ചിനെ പറ്റിയാണോടാ നീ ഇങ്ങനൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? എന്തോന്ന് വൈഷ്ണവി ഇതൊക്കെ? ഒരു പാവം കുട്ടിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാവോ? ഞങ്ങളിതൊക്കെ അറിഞ്ഞതുകൊണ്ടല്ലേ വഴി വെച്ച്. നിങ്ങൾ രണ്ടും ആരുടെ കാര്യം പറയുന്നേ? എനിക്കറിയാവുന്ന അമ്മൂന് സംസാരിക്കാനും പറ്റും, ചെവി കേൾക്കാനും പറ്റും. അവൾ വാ തുറന്ന് വിഡ്ഢിത്തരം മാത്രമേ വിളിത്തുള്ളൂ. അവളെക്കുറിച്ചോ? എന്നോടാ ബാല? എനിക്കറിയില്ല അവളെ. നിങ്ങൾ കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. എനിക്കറിയാവുന്ന അമ്മൂന് സംസാരിക്കാനൊക്കെ കഴിയും. അതെങ്ങനെ ശരിയാവും? അപ്പം ഞങ്ങളെന്താ പൊട്ടന്മാരാ? ആ പയ്യൻ അങ്ങനെ ഞങ്ങളോട് പറഞ്ഞത്. അതെ, ഞങ്ങൾ ഈ പെണ്ണിനെ വഴിയിൽ വെച്ച് കണ്ടതാ. ആ പയ്യൻ ഇങ്ങനെ പറയുകയും ചെയ്തു, ഇവക്ക് ചെവിയും കേൾക്കില്ല, സംസാരിക്കുമല്ലോ, ഊമയാണ്. ഞങ്ങളത് പൊട്ടന്മാരാ? ഞങ്ങൾ കണ്ടതാ ഈ പെണ്ണിനെ, സമ്മതിക്കൂല. അത് ശരി, കുട്ടിക്കാലം തൊട്ട് കാണാൻ തുടങ്ങിയ എന്നെക്കാളും അറിയാമല്ലോ. ഇന്നും കണ്ട നിങ്ങൾക്ക്. എൻ്റെ പൊട്ട, അവൾ സംസാരിക്കും, അവൾക്ക് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ ആരെയായിരിക്കും കണ്ടത്. എൻ്റെ അമ്മ സംസാരിക്കുകയൊക്കെ ചെയ്യും, അവൾക്കൊരു കുഴപ്പമില്ല. ആ കുരുപ്പ് ഇന്നലെ രാത്രിയും കൂടെ ഓരോന്ന് പൊട്ടക്കഥകൾ പറഞ്ഞ് എൻ്റെ വാക്കും കളഞ്ഞിട്ട് പോയതാ. അങ്ങനെയുള്ളവൾ ഉമ്മയാന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു തരണമെന്നാ? പറ, സമ്മതിച്ചു തരണോ? ചുറ്റിനും മൂടി നിൽക്കുന്ന കാർമേഘങ്ങൾ, ആകെ ഇരുണ്ട് മൂടിയ അന്തരീക്ഷവും എന്തൊക്കെയോ സംസാരിക്കുന്നു, ആരൊക്കെയോ അട്ടഹസിക്കുന്ന ശബ്ദങ്ങൾ. ശിരസ് ഛേദിക്കപ്പെട്ട അയാൾ നിലത്ത് കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു. ആ മണ്ണിൽ ചോര കൊണ്ട് നനഞ്ഞു. പിന്നീട് വീശിയ കാറ്റുകളിലെല്ലാം ആ ചോരയുടെ ഗന്ധമുണ്ടായിരുന്നു. പാലപ്പൂവിൻ്റെ ഗന്ധമുള്ള കാറ്റും വീശുന്ന ഓരോ ഇങ്ങനെയുള്ള അലസത തെറ്റി അവളുടെ കാർക്കോന്തലും പാറി പറന്നുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുകളാകട്ടെ കത്തി ജ്വലിക്കുന്നു, പേടിപ്പെടുത്തുന്ന ചിരിയും. അലയടിക്കുന്ന കാറ്റുകളിൽ പോലും അയാളുടെ രക്തത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. അവളുടെ ആർത്തി തീർന്നില്ല. അവൾ ഇനിയും ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ടിരുന്നു. ഇനിയും ഓരോരുത്തരെയായി അവളുടെ ആഗ്രഹം തീർക്കാൻ വേണ്ടി അവൾ ബലി നൽകിക്കൊണ്ടിരുന്നു. അവളങ്ങനെ അവരുടെ അടുത്ത് ഇരയെ തിരയാൻ തുടങ്ങി. ചുറ്റും അലഞ്ഞു തിരിഞ്ഞ് ഒരാൾക്ക് വേണ്ടി ഇനിയും അവളങ്ങനെ പാറിപ്പറന്നു നടന്നു. അങ്ങനെ അവൾ അവസാനം അവളുടെ അടുത്ത ഇരയെ കണ്ടുപിടിച്ചു. എന്നിട്ട് ബാക്കി ഇനി ഒന്നുമില്ല.
എന്തുവാ പെണ്ണെ, എനിക്കൊന്നും മനസ്സമാധാനമായിട്ട് രാത്രി കിടന്ന് ഉറങ്ങണം. മക്കളെ, എല്ലാവരും താഴേക്ക് ഇറങ്ങി വാ. ബാ, അത്താഴം റെഡിയിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. അമ്മേ, അമ്മ എന്നെ ഇന്ന് കണ്ടായിരുന്നോ? അവൾ ഇങ്ങോട്ടങ്ങനെ ഇന്ന് വന്നായിരുന്നോ? ശരിയാണല്ലോ, അവളെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഇന്നിങ്ങോട്ട് വന്നില്ലെന്ന് തോന്നുന്നു. ആ, അമ്മ വൈകിട്ട് ഇതിൽ കൂടെ പോയിരുന്നത്. അമ്മ തിരക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേഗം ചെല്ലാൻ പറഞ്ഞു. പിന്നെ വഴി വെച്ച് സിദ്ധുവിനെയും മാളുവിനെയും കണ്ടെന്ന് പറഞ്ഞു. എന്തോ ഉണ്ണിക്കുട്ടൻ, ആ പയ്യനായിരുന്നു ഇങ്ങോട്ട് വഴി പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞു. പിന്നെ വരാമെന്ന് പറഞ്ഞ് പോയതാ, കണ്ടില്ല ആളെ. അപ്പം നമ്മൾ ഇന്ന് വഴി വെച്ച് കണ്ടത് അമ്മൂനെ തന്നെയാ. ആ പയ്യൻ എന്തിനാ എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്? അതെ, വരുന്ന വഴി ഞങ്ങൾ ഇവരെ രണ്ടുപേരും കണ്ടിരുന്നു. അപ്പം ഇങ്ങോട്ടേക്കുള്ള വഴി ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ കാറ് നിർത്തി. ഈ പയ്യനെ വിളിച്ചിരുന്നത് എന്താ ഉണ്ണിക്കുട്ടൻ. അപ്പം അവനെ അറിയില്ല, അമ്മൂനെ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെ വിളിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവൾക്ക് ചെവിയും കേൾക്കില്ല, സംസാരിക്കില്ല, പിന്നെ എങ്ങനെ അവളെ വിളിക്കാനാണെന്നൊക്കെ. ഓ, അപ്പം അതാണോ കാര്യം? അതിനാണോ നിങ്ങൾ വൈഷ്ണവായിട്ട് തർക്കം ഉണ്ടായെന്ന് പറഞ്ഞ്? അവൻ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടായി കാണും. അപ്പം അവക്കിട്ടൊരു ചെറിയ പണി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഉണ്ണിക്കുട്ടൻ അങ്ങനെയൊക്കെ നിങ്ങളോട് പറഞ്ഞ്. അല്ലാതെ അമ്മൂന് കുഴപ്പമൊന്നുമില്ല, അവൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. അത് ശരിയാ, അവർ ഒന്നും രണ്ടും പറഞ്ഞ് അടിയായി കാണും. അപ്പോൾ അവക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാവും ഉണ്ണിക്കുട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞ്. പിന്നെ നിങ്ങളൊന്ന് ചെറുതായിട്ട് പറ്റിക്കാനും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. അവരുടെ ഇടയ്ക്കൊക്കെ ഞാൻ അടിയിടുകയും ഒരു കുരുത്തക്കേടുകൾ ഒപ്പിക്കുന്നതൊക്കെ. അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ കാര്യങ്ങളുടെയൊക്കെ കിടപ്പ്. മോക്ക് മതിയോ? കുറച്ചുകൂടെ ചോറിടട്ടെ? വേണ്ടമ്മേ, മതി. നല്ലതുപോലെ വയറ് നന്നിട്ടുണ്ട്. എടാ സിദ്ധു, ഇവിടെ നിന്ന് അധികം തണുപ്പടിക്കണ്ട, അകത്ത് കയറി പോകാൻ നോക്ക്. അല്ല, നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ പുറത്ത് നല്ല കൊലുസിൻ്റെ സൗണ്ടോ ആരെങ്കിലും ചിരിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും തീപ്പന്തോ പോകുന്നതൊക്കെ കണ്ട നീ പേടിക്കണ്ട കേട്ടോ. എന്തെങ്കിലും കാണുവാണെങ്കിൽ കേൾക്കുവാണെങ്കിലൊക്കെ ഓടിപ്പരയ്ക്കകത്ത് കയറിക്കോണേ കേട്ടോ. അപ്പോൾ ശരിയെന്നാ, ഞാൻ പോട്ടെ. മഴയായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, ഇവിടെ നിൽക്കാൻ നല്ല രസമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നതാ. പ്രകൃതി കാണാൻ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. അല്ല, അതിനിടയിൽ എന്താ ഈ കൊലുസും ചിരിയും തീപ്പന്തമൊക്കെ? നീ എന്ത് പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പം നിനക്ക് പാലപ്പൂവിൻ്റെ ബന്ധം വരുന്നില്ലേ? അങ്ങനല്ലല്ലോ. നീ നോക്കിക്കോ, ഇടയ്ക്കിടയ്ക്ക് കൊലുസിൻ്റെ സൗണ്ട് കേൾക്കാം. പിന്നെ ഇതുവഴി കൂടെ വരുത്തുപോക്കിൻ്റെ സഞ്ചാരമുണ്ടെന്ന് അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏതായാലും നീ ഒന്ന് സൂക്ഷിച്ചോ. അങ്ങനെ എന്തേലും കൊലുസിൻ്റെ സൗണ്ട് കേട്ടോ അപ്പോൾ ഓർത്തോ അത് യക്ഷിയായിരിക്കും. തീപ്പന്തമായിട്ട് എന്തെങ്കിലും പോകുന്നത് കണ്ടാൽ അത് വരുത്തുപോക്ക്. പൊന്നു മോനെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം അകത്ത് കയറിക്കോണം, ഇവിടെ ഇന്ന് കരം കയറ്റിക്കല്ല്. അപ്പം ശരിയെന്നാ, ഞാൻ പോട്ടെ. അതിന് പേടിച്ചോടാനായിട്ട് ഞാൻ നിന്നെപ്പോലെയല്ല, വൈഷ്ണവല്ല, സിദ്ധാർത്ഥ്.
സിദ്ധാർത്ഥ് മാധവ്. അമ്മ പറയുന്ന പട്ടക്കഥകൾ കേട്ട് നീ പേടിക്കുമായിരിക്കും എന്ന് വെച്ച് അതൊന്നും എൻ്റെ അടുത്തെടുക്കാൻ നോക്കണ്ട. എനിക്കറിയൊന്നും പേടിയില്ല. പേടിക്കാതിരുന്ന നിനക്ക് കൊള്ളാം. വല്ല സൗണ്ട് കേട്ടിട്ട് എൻ്റെ അടുത്തോടെ ഓടി വന്നേക്കല്ല്. ഓ ശരി, അതിന് ഞാൻ വൈഷ്ണവല്ല. ഞാൻ ഒന്നിനെ കണ്ട് പേടിക്കുന്ന ആളല്ല. അങ്ങനെ കണ്ടോ? ആ ഫോട്ടോ കാണാൻ തരക്കേടില്ല, പക്ഷെ നേരിട്ട് കണ്ടപ്പോഴോ ക്ലിയറോ ആയില്ല. എന്തായാലും കൊള്ളാം, ഇൻട്രസ്റ്റിംഗ്. എന്താ ഇവിടെ ഇപ്പോ? സർപ്രൈസ്. ഞാനിന്ന് നിന്റെ ഇവിടെ കിടക്കുന്നേ. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പ്ലീസ്, കഷ്ടമുണ്ട്. അതിനോടവിടെ കൊണ്ട് ചികിത്സിച്ചു പോയത്. അല്ല, നീ ഇങ്ങനെ കിടന്ന് കിടക്കുന്നു? കിടക്കാനോ? ആര്? നീ വന്നേ, എനിക്കിന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം. ബാ ഇവിടെ. ഇവൻ ഇത്ര പെട്ടെന്ന് ഉറങ്ങുന്നു? അതാരോ ഓടിപ്പോയേ? അച്ചു അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അച്ചു എന്തിനാ ഓടിപ്പോണ്ടേ? എന്തിനാണോ ഇങ്ങനെ അലർക്കവി പോയത്? ഇനി പേടിച്ചിട്ട് വല്ലതാണോ? അതിനിപ്പോൾ ഞാനൊന്നും ചെയ്തില്ലല്ലോ പേടിക്കാനും മാത്രം. ആരായിരിക്കും അത്? ഇനി അച്ചുവിൻ്റെ കൂട്ടുകാരനും മറ്റോ ആയിരിക്കുമോ? ആ, എന്തേലും ആട്ടെ, രാവിലെ കാണാം, അപ്പം ചോദിക്കാം. ഇവിടെ പാടി പെണ്ണെ, നീ രാവിലെ കുളിച്ചോ? ആഹാ, എന്ത് സ്മെല്ലായിരുന്നു. ഏത് സോപ്പിട്ടാ നീ കുളിക്കുന്നേ? എനിക്ക് ഉണ്ണിമേക്ക്. ആരെയൊക്കെ കാണും. അമ്മ അച്ഛനൊക്കെ വന്ന് കണ്ട് എന്ത് പറയും? തെറ്റേ മാറിക്കങ്ങോട്ട്. അതിനിപ്പോ എന്താ? ആരെയൊക്കെ കണ്ടോട്ടെ, ആര് കണ്ടാലും എനിക്കൊന്നുമില്ല. നീ എൻ്റെ പെണ്ണ, എൻ്റെ മാത്രം. ഓ ശരി, ഞാൻ സമ്മതിച്ചു. ഇപ്പൊ ഇങ്ങോട്ടങ്ങനെ ആരെങ്കിലും കയറി വന്ന് കണ്ടാ എന്ത് പറയും? അമ്മ അച്ഛനൊക്കെ ഇങ്ങോട്ടങ്ങനെ വന്നാലോ? മാറിക്കേ. അതിനിപ്പോ എന്താ? ആരെയൊക്കെ വന്നോട്ടെ, നീ ഇവിടെ നില്ല കുറച്ചു നേരം. നിങ്ങളെ രാവിലെ കുളിച്ചില്ലേ? നാറിട്ടെടുക്കാൻ വയ്യ. മാറിക്കങ്ങോട്ട്. ഇവിടെ തന്നെ അങ്ങോട്ട് മാറ്. ഓഹോ, സാരില്ല, നീ കുറച്ച് നേരത്തെ സഹിച്ചോ. എന്നാലും ഞാൻ നിന്നെ കൊടുത്തില്ല. അയ്യേ, മനുഷ്യൻ ഒരു നാണോ മാനയില്ല. പിടിച്ച് പോയേ, പോടുന്നു. ഓഹോ, എന്നാ പിന്നെ നാണം വരുന്നു? എന്നാ പിടിച്ചോ ഉമ്മ. അയ്യേ, മനുഷ്യൻ പോടുന്നു. ആ, അച്ഛനെപ്പം വന്നു? ഞാൻ വന്നിട്ട് 56 വർഷമൊക്കെ ആയി. ഇവിടെ ഒരു പൂങ്കോഴി കിടന്ന് ചുറ്റിക്കറങ്ങുന്ന കണ്ടു, അതുകൊണ്ട് വന്നതാ. എന്താടാ? ഒന്നുമില്ല. ഞാനേ സിദ്ധു ഒന്നിച്ച് നോക്കട്ടെ, ഞാൻ പോരാ. എടാ മോനെ വൈഷ്ണവേ, നിന്റെ ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ തന്നെ അച്ഛനും വന്നേക്കുന്നെ. എൻ്റെ പൊന്നു മോനെ എന്നോട് പറയുക.
എനിക്കൊരു മുത്തശ്ശനാവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ മോനെ കല്യാണം കഴിഞ്ഞിട്ട് മതിയത്. നീ അതിനു മുന്നേ ഉള്ള പരിപാടി ഒപ്പിക്കാൻ നോക്കുവാണോ? പൊട്ടക്കയറ്റി പിടിച്ച് തള്ളിക്കളയുന്നതിന് ഞാൻ എന്തോ ഒരു തുറഞ്ഞതിരി ഇരുപ്പടാകത്ത്. ഓ, നേരം വെളുത്തോ? എടാ വൈഷ്ണവേ, നീ എവിടാ? അവനിവിടെ ഇല്ലേ? ഇന്നലെ എന്തൊക്കെയാ നടന്നേ? എനിക്ക് വല്ല പനിയും പിടിച്ചോ? എന്താ ഇങ്ങനെ? എന്തേലും ആട്ടെ, ഏതായാലും പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നടക്കാം. അവിടെ ഒരു തറവാട് കാണുന്നല്ലോ. ഇനി അതായിരിക്കുമോ അമ്മൂൻ്റെ വീട്? എന്തായാലും പോയി നോക്കാം. ഏതാ കുഞ്ഞേ നീ? നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. വഴി വല്ലതും തെറ്റ് വന്നെയാണോ? നീ എവിടെ ഉള്ളയാ? ആരാ ശാരദ അത്? മോനെ നീ ഏതാ? എവിടത്തെയാ? ഇവിടെ കണ്ടിട്ടില്ലല്ലോ നിന്നെ ഇതിനു മുന്നേ. മുത്തശ്ശ, ഞാൻ ഈ നാട്ടിൽ ആദ്യമായിട്ടാ. ഞാൻ വൈഷ്ണവിൻ്റെ ഫ്രണ്ടാ. ഇന്നലെ വന്നേ ഉള്ളൂ. അപ്പം ഇതുവരെ ഇനി നടക്കാൻ ഇറങ്ങിയതാ. ഇതാണോ അമ്മൂൻ്റെ വീട്? അവിടെ തിരക്കിയിരുന്നു. ആളെ കണ്ടില്ലെന്ന് പരാതി പറയുന്നത് കേട്ടിരുന്നു. വെറുതെ നടക്കാൻ ഇറങ്ങിയതാ ഞാൻ. അപ്പോഴേ ഇവിടെ ഒരു വീട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്കല്ലേ പോന്നു. അല്ല, അമ്മ ഉണ്ടോ ഇവിടെ? ഒന്ന് കാണാൻ പറ്റുമോ ആ കുട്ടീനെ? അതിനെന്താ, മോനകത്തേക്ക് കയറി വാ. അമ്മ ഇവിടെ ഉണ്ട്. അവള് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക. വാ, കാണിച്ചു തരാം. இன்று விண்ணிலாவில் அந்த ஈர நினைவில் கண்டு தவிப்பதேனோ. ഹായ്. ആരാ? മനസ്സിലായില്ലല്ലോ. എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഞാൻ അപ്പുറത്തെ വൈഷ്ണവിൻ്റെ കൂട്ടുകാരനാണ്. ഇന്നലെ വന്നേ ഉള്ളൂ. തന്നെ ഇവിടെയൊക്കെ തിരക്കി, കണ്ടു കിട്ടിയില്ല. പിന്നെ രാവിലെ എണീച്ച് ഇങ്ങോട്ട് നടന്നപ്പം ഇവിടെ ഒരു വീട് കണ്ട് കയറിയതാ. അപ്പം ദാ കിടക്കുന്നു മുന്നിൽ സാക്ഷാൽ വടയക്ഷി. ഓഹോ, എൻ്റെ പേര് വടയക്ഷി എന്നൊന്നുമല്ല, വൈഷ്ണ, അല്ലെങ്കിൽ അമ്മൂന്ന് വിളിച്ചോ. ഇവിടെ എല്ലാവരും എന്നെ അങ്ങനെ വിളിക്കുന്നത്. എന്നെ ഇനി മേലെ നീ അങ്ങനെ വിളിക്കുന്നത് കേട്ടാലാ കൊല്ലും ഞാൻ. ഓഹോ, താൻ കൊള്ളാലോട്. പിന്നെ എനിക്ക് വടയക്ഷീനെ ഇഷ്ടമായി. അല്ല, അമ്മൂനെ. എനിക്ക് ഡാൻസ് ഇഷ്ടമായിട്ടോ. ഒരുപാട് വല്ലാണ്ടൊന്ന് ബോധിച്ചു. ഒത്തിരി ഇഷ്ടമായി. അല്ല, എന്താ പറഞ്ഞേ? കേട്ടില്ലേ? എനിക്കിഷ്ടമായി.